ഫേമസ് മഹാരാഷ്ട്രീയൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാന്ത പോഹ. ഇന്നത്തെ വീഡിയോയിൽ ഈ പോഹയുടെ റെസിപ്പി നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. കാന്ത പോഹ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അവലൊന്ന് കഴുകിയെടുക്കണം. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ തിക്ക് വെറൈറ്റി അവലാണ്. ഇതേപോലെ കിട്ടും. ഇത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം കഴുകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇടുക. ഇത് നന്നായിട്ട് വെള്ളം ഒഴിക്കും. ഈ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 2 പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുക. ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ നന്നായിട്ട് റിൻസ് ചെയ്ത ശേഷം അരിപ്പയിൽ തന്നെ ഇട്ട് വെക്കുക. ആ വെള്ളം മൊത്തം വാലണം. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ പോഹ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പീനട്സ് ആണ്, കപ്പലണ്ടി 3 ടേബിൾ സ്പൂണോളം. പീനട്സ് ഒന്ന് വറുത്ത് മാറ്റാം. അപ്പോൾ ഈ സെയിം ഓയിലിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ആ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കായംപൊടി ചേർക്കണം. ഒരു 1/8 ടീസ്പൂണോളം കായംപൊടി. അതിനൊപ്പം കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്. അത് എരിവ് കണക്കാക്കി നമുക്ക് ചേർക്കാം. നമ്മൾ കാന്ത പോഹ എന്ന് പറയുന്നത്, മറാഠിയിൽ കാന്ത എന്ന് പറയുന്നത് അണിയൻസിനാണ്. അണിയൻ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവോള ചോപ്പ് ചെയ്തത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ചിലയിടത്തൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ജീരകം കൂടെ, കടുക്കായിൽ ജീരകം കൂടെ ചേർത്ത് കാണാറുണ്ട്. അത് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകം വേണമെങ്കിലും ഒരു 1/2 ടീസ്പൂൺ തന്നെ ജീരകം വേണമെങ്കിലും ചേർക്കാം. അപ്പം നമ്മൾ നോക്കുന്നത് സവോള നന്നായിട്ട് സോഫ്റ്റ് ആവണം, കളറ് മാറാൻ പാടില്ല. ആ രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ ഇതേപോലെ ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ഉപ്പ് 1/4 ടീസ്പൂണും കുറച്ചും കൂടെ ചേർക്കാം. പഞ്ചസാരേൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര. ചെറിയൊരു മധുരം ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പീനട്സും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് വെള്ളം വാലാൻ വെച്ചേക്കുന്ന പോഹ. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇതിനകത്തേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ഫേമസ് മഹാരാഷ്ട്രീയൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങാനീര് ചേർക്കണം. ചെറിയൊരു പുളിയും വേണം. പോഹ കഴിക്കുമ്പോൾ ചെറിയൊരു പുളി ഉണ്ടാവും. കുറച്ച് മല്ലിയില. പിന്നെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പീര ചേർക്കാം. നല്ല ഓപ്ഷനാണ്. നന്നായിട്ട് ഒന്ന് ആവി വരുന്നതാണ് ഇതിൻ്റെ പരുവം. നമ്മളൊരു 1/2 നാരങ്ങയുടെ നീര് മതിയാവും. ഏകദേശം 1-1.5 ടീസ്പൂൺ നാരങ്ങ നീര് മതിയാവും. ഓഫ് ചെയ്യാം. കാണാൻ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഈ സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യാം. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ചൂടോടെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റിയാണ്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പോഹ, നമ്മളിന്ന് കാന്ത പോഹയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അണിയൻസൊക്കെ ചേർത്തുണ്ടാക്കി. അതിന് പകരം നിങ്ങൾക്ക് പൊട്ടേറ്റോ ചേർത്ത് ഇതിനകത്തേക്ക് പൊട്ടേറ്റോയും കൂടെ ആഡ് ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. അതിന് പകരം വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് പോഹ ഉണ്ടാക്കാം. ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ചൂടോടെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.